ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസങ്ങളായിട്ടൊരു പാക്കേജ് എത്രയോ സന്തോഷത്തോടു കൂടി പ്രധാനമന്ത്രിനെ സ്വീകരിച്ച് ആനയിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടിയെല്ലാം കൊണ്ടുപോയി കാണിച്ച് അത് കഴിഞ്ഞിട്ട് കളക്ട്രേറ്റിലേക്ക് വന്നിട്ട് ഒരു അവലോകന യോഗം നടത്തി ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുതൽ ഇവിടെ നിന്ന് ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച ഒരു വിഷ്വലുണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ. ആ വിഷ്വലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. കാരണം ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിച്ച, നമ്മളെന്നുള്ളതല്ല, കേരളത്തിലെ ഓരോ മലയാളിയും പ്രതീക്ഷിച്ച ഒരു പാക്കേജ് ഉണ്ടല്ലോ, തിരിച്ച് ഡൽഹിയിൽ ചെന്നതിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞൊരു പാക്കേജ്. ആ പാക്കേജ് ഇന്ന് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഔചിത്യ പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടെയാണ് ഈ പറയുന്ന കേന്ദ്രം ഈ ദുരന്തത്തിൻ്റെ കൂടെ നിന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അതിനെക്കുറിച്ച് പറയണമെന്നറിയില്ല. കാരണം 500 രൂപ എത്രയാണ് നമ്മുടെ മരണസംഖ്യ എത്രയാണ്? 500 കൃത്യമായ കണക്കില്ല. ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടേ ഇത്രയും വലിയൊരു സംവിധാനമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കേരളം ഇത്രയും വലിയൊരു ദുരന്തം കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരു ദുരന്തം കണ്ടിട്ട് 1 രൂപ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഔചിത്യ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിൽ ഹൈക്കോടതി ഇടപെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു ആശ്വാസം. കാരണം അതിനൊരു മറുപടി കിട്ടുമല്ലോ. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2 ആഴ്ചയ്ക്കുള്ള റിപ്പോർട്ടിനകത്തൊരു മറുപടി കിട്ടുമല്ലോ. ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് വയനാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ പറഞ്ഞ ദുരിതത്തിൽപ്പെട്ടവരെല്ലാവരും പാവങ്ങളാണ്. കാരണം 10 സെൻറ്റും 15 സെൻറ്റുമുള്ള വീട്ടുകളിൽ സാധാരണ കൂലിപ്പണിയെടുത്ത് പാടികളിൽ താമസിച്ച് എസ്റ്റേറ്റിൽ പണിയെടുത്ത് ജീവിക്കുന്ന പഞ്ചപാവങ്ങളാണ്. ഇവരോട് കരുണ കാണിക്കാനുള്ള മനസ്ഥിതി ഈ പറഞ്ഞ കേന്ദ്രത്തിനും കേരളത്തിനും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. 1 മിനിറ്റ് ഇതിന് മേലെ താമസിക്കരുത് എന്നുള്ളതാണ്. എത്ര സ്പീഡിലാണ് ഈ പറയുന്ന ദുരിതാശ്വാസ പരിപാടികൾ പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ കാര്യം ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. എനിക്ക് ഈ കാര്യത്തിനകത്ത് സംശയമുണ്ട് എത്ര സ്പീഡിലാണ് ഇങ്ങനെ പോകുന്നതെന്നുള്ളത്. അത് 1 മിനിറ്റ് മുൻപ് തീർക്കാനുള്ള മനസ്ഥിതി ഈ സർക്കാരുകൾ കാണിക്കണം. കാരണം നമ്മൾ 750 ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 759 വീടുകൾക്ക് താമസ സൗകര്യം ഒരുക്കി. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇന്ന് ഒക്കെ സംസ്ഥാന സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അത് ചെയ്യേണ്ടതാണ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 1 മിനിറ്റ് ഇതിന് മേലെ ഇനി താമസിക്കരുത്. ഞാൻ പറയുന്നത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പാനിക്കാണ്. ഇന്ന് മേപ്പാടി പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരും. കാരണം ഓരോ മണിക്കൂറുകൾ നമ്മൾ പുത്തുമലയിൽ ഇതാണ് കണ്ടത്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. അതിന് ഞാൻ ഇന്ന് നമ്മുടെ എന്തു പറഞ്ഞാലും ഇന്നത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് വളരെ ശ്ലാഘനീയമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ നിയമസഭ ചേർന്ന സമയത്ത് എല്ലാവരുടെയും ഒരേ സ്വരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. കാരണം ഇന്ന് വി ഡി സതീശൻ പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. മുഖ്യമന്ത്രി പറയുന്നത്, സ്പീക്കർ പറയുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനി ഈ പറഞ്ഞ സംവിധാനത്തിലൊരു വീഴ്ച വന്നുകൂടാ. ആ വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കേണ്ടത് കേരള സർക്കാരാണ്. ഞാൻ പറയുന്നത് കേന്ദ്രത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ 1 മിനിറ്റ് കളയാൻ പാടില്ല. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് 2 ആഴ്ച കൊണ്ട് അറിയാം. പക്ഷേ നമ്മുടെ അടുത്തൊരു നിലപാട് വേണം. ആ നിലപാടിൻ്റെ പേരിലായിരിക്കും ഇനി പറയുന്ന ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ എല്ലാവരും കൈയടിക്കാൻ പോകുന്നത്. ഞാൻ 100% സന്തോഷത്തോടു കൂടിയിട്ട് ഒരു പാക്കേജ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പാക്കേജുകൾ ഇമ്മീഡിയറ്റായി അനൗൺസ് ചെയ്ത് അത് നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് 1 മിനിറ്റ് പോലും ഇനി നീണ്ടുപോകാൻ പാടില്ല. അത് ജനങ്ങൾക്കും കൂടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള നിലപാട് കേരള സർക്കാർ സ്വീകരിക്കുക എത്രയും പെട്ടെന്ന്. പക്ഷേ ഈ പറഞ്ഞ കേന്ദ്രം ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ മോശം നിലപാടാണ്. ആ നിലപാട് ഇനി ഒരു എസ്റ്റിമേറ്റും ഒരു റിപ്പോർട്ടും കിട്ടാതെ മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് പണം കൊടുത്ത കേന്ദ്രമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും അധികം കാഷ്വാലിറ്റി ഉണ്ടായിട്ട് 1 പോലും തന്നിട്ടില്ല എന്നും നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന BJP നേതൃത്വവും ഈ കേരളത്തിൽ തന്നെയുണ്ട്. ഇതിൽ മനസ്സിലാക്കാത്ത BJP നേതൃത്വമല്ല. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കണമെന്നേ. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്ന RSS ആണെങ്കിലും വിമർശിക്കുന്ന BJP നേതൃത്വമാണെങ്കിലും നമ്മൾ സഹായിക്കുന്നതും സഹായിക്കാത്ത BJP നേതൃത്വമാണെങ്കിലും ഈ പറയുന്ന ഇന്ന് നിങ്ങൾ കേന്ദ്രത്തെ പോയി കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ, കാരണം എനിക്ക് സുരേഷ് ഗോപിനോടും ഈ പറഞ്ഞ ജോർജ് കുര്യനോടും പറയാനുള്ളതാണ്. കാരണം 2 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിനുണ്ട്.
ആ കേന്ദ്രമന്ത്രിമാരും ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ഇടപെടണം. ഇവർ BJP നേതൃത്വം ഇടപെടണം. ഞാൻ പറയുന്നത് ഇത് CPM ഇവിടെ തീരുമാനിച്ചിട്ട് കാര്യമില്ല. കേരള സർക്കാർ തീരുമാനിക്കുന്നതിനേക്കാളും കൂടുതൽ എത്രയും പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് BJPക്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന 2 കേന്ദ്രമന്ത്രിമാർക്കാണ്. അവർ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ആഴ്ച റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഔചിത്യത്തിൽ അല്ലെങ്കിൽ പറയുന്ന സാങ്കേതികത്തിൽ പെട്ട് കിടക്കാത്ത അവസ്ഥയിലേക്ക് വരാതെ ഒരു വൃത്തിയുള്ള റിപ്പോർട്ട്, ഇത്ര രൂപ ഞങ്ങൾ കേരളത്തിന് കൊടുക്കുന്നു, വയനാട്ടിൽ കൊടുക്കുന്നുള്ള ഒരു തൻ്റെ അടുത്തോട്ടുള്ളൊരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അരുൺ. Meet the editors.